ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന ദേവദാസൻ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്ന ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. സ്പിരിച്വൽ കുക്കറി ഷോ എന്ന ചാനലിലേക്ക് ഏവർക്കും എൻ്റെ ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാൻ ബിസി ആയിരുന്നു. സ്കൂളിലെ ആനുവൽ ഡേ, പിന്നെ സൺഡേ സ്കൂളിലെ ആനിവേഴ്സറി, അത് കാരണം പുതിയ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട് കസ്റ്റാർഡുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രൂട്ട് കസ്റ്റാർഡ് ആയതാണ് തന്നെ അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. ഇവിടെ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ്, അതായത് ഗലാത്യർ 5:22 മുതൽ 23 വാക്യത്തിൽ പറയുന്നത് പോലെ 9 തരം ഫ്രൂട്ട്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയജയം, ഇങ്ങനെ 9 തരത്തിലുള്ള ഫ്രൂട്ട്സ് ഞാനിപ്പം ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിന് വേണ്ടത് ഒരു കപ്പ് പാലാണ്. ഒരു കപ്പ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് 1 പത്രോസ് 2:2 പറയുന്ന വചനം എന്ന മായമില്ലാത്ത പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ ഇച്ചിരി കുങ്കുമപ്പൂവും കൂടി ഇട്ടിട്ടുണ്ട്, ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി നമുക്ക് പ്രാർത്ഥന എന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന ഇടുന്തോറും ഇതിന് ഇച്ചിരി നമ്മൾ ചേർക്കുക. ഇടുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ ഞാൻ പ്രത്യേകമായ ഒരു ബ്രാൻഡിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആ ബ്രാൻഡ് പേരാണ് വിശുദ്ധി. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ വേറെയും അവൈലബിൾ ആയിട്ടുണ്ട്. ബട്ട് അത് ഞാൻ മുമ്പ് എനിക്ക് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ കട്ട പിടിക്കുന്നുണ്ട്. അതാണ് ഈ വിശുദ്ധി എന്നുള്ള ബ്രാൻഡ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഇവിടെ മധുരത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് തേനാണ്. ഈ തേന് സങ്കീർത്തനം 19:10 പറയുന്ന ഒരു പ്രത്യേക തരം തേനാണ് ഞാനിവിടെ മധുരത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് ഒരു അടുപ്പാണ് ഇവിടെ ഈ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ അടുപ്പിൻ്റെ പേരാണ് നിർവ്യാജ സ്നേഹം. ഓക്കെ. പിന്നെ ഞാനിത് ഇറക്കി കൊടുക്കുന്ന സ്പെഷ്യൽ കറി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് നീതി പ്രവർത്തികൾ. ഓക്കെ. അപ്പം നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. ഞാൻ ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിൻ്റെ പേരാണ് വിശ്വാസം. ഓക്കെ. അപ്പോൾ നമുക്ക് പാത്രം എടുത്തു. ഇനി നമുക്ക് ഈ പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഓക്കെ. ഈ ഇതിൽ നമ്മൾ പരിശുദ്ധമാവാകുന്ന തീയാണ് കത്തിക്കാൻ പോകുന്നത്. പരിശുദ്ധമാവുന്ന തീ കത്തിച്ചു. ഇനി പാല് നമുക്ക് നിർവ്യാജ സ്നേഹം എന്നുള്ള സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ പാല് തിളച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് ഈ വിശുദ്ധി എന്നുള്ള കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഈ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കും. അതായത് ഗലാത്യർ 5:19 മുതൽ 22 വരെ പറയുന്നതായ ഈ പാപപ്രവൃത്തികളായ ദുർനടപ്പ്, ദുഷ്കാമം, അശുദ്ധി, പക, പിണക്കം, ക്രോധം, ജാരശങ്ക, വിഗ്രഹാരാധന, ഇതൊക്കെ ഇങ്ങനെ അടിയിൽ പിടിച്ചിട്ട് പിന്നെ ഇത് കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അത് കാരണം നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് കട്ട പിടിച്ചു കഴിഞ്ഞാൽ ഇതിലെന്തോ പാപ പ്രവൃത്തികൾ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. കട്ട പിടിച്ചാൽ എന്നെ അതിന് കുറ്റം പറയരുത്. ഓക്കെ. ഇതിനിടയ്ക്ക് നമുക്ക് പ്രാർത്ഥനയാകുന്ന ഒരു ചെറിയ ഇൻഗ്രീഡിയൻറ്റ് ഞാനിതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഈ പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരു 10 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ചെയ്യാവുന്നവർ നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ. ഉടനെ ഇച്ചിരി കൂടി പ്രാർത്ഥന ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടിയിലൊട്ടും കട്ട പിടിച്ചിട്ടില്ല. നീതി പ്രവൃത്തികളാകുന്ന സ്പൂൺ കൊണ്ടാണ് ഞാൻ ഇളക്കി കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഒരുവിധം നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ ഇനി തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. പ്രശ്നമാകുന്ന തീ ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇനി ഇത് കുറച്ച് ഇപ്പം നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇത് കുറച്ച് നേരം നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ആത്മാവിൻ്റെ ഫലങ്ങളായ ഈ 9 തരം ഫ്രൂട്ട്സ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ,
ക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം. ഓക്കെ, ഈ ഫ്രൂട്ട്സ് നമ്മൾ ഇട്ട് കൊടുത്ത് ഇത് വീണ്ടും മിക്സ് ചെയ്യുക. ഇതിൽ നമ്മൾ ഇനി മധുരത്തിനായിട്ട് സ്പെഷ്യൽ ഐറ്റം ഷുഗർ ഇട്ട് കൊടുക്കണ്ട. ഷുഗർ ഇച്ചിരി പ്രശ്നമാണ്. അതാണ് ഈ തേൻ ഇട്ട് കൊടുക്കുക. തേൻ ഇട്ട് കൊടുത്ത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് തേൻ ഇട്ട് കൊടുക്കുക. തേൻ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് പാപപ്രവൃത്തികളൊന്നും കൂടാതെ ഇതിനെ നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ഇളക്കി വെച്ചിട്ട് ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ ഞാൻ പ്രത്യേകതര ഫ്രിഡ്ജാണ് ഇവിടെ ഈ ഫ്രൂട്ട് കസ്റ്റാർഡായിട്ട് ഉപയോഗിക്കുന്നത്. ജീവിതം എന്ന ഫ്രിഡ്ജ്. അപ്പോൾ ഈ ജീവിതം എന്ന ഫ്രിഡ്ജിൽ നമുക്ക് ഇത് സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഫ്രൂട്ട് കസ്റ്റാർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആത്മീകമായ പല രോഗങ്ങൾക്കും വളരെയധികം ഒരു പ്രതിവിധിയാണ്. അതായത് ആത്മീകമായ വളർച്ചക്കുറവ്, പിന്നെ ഉറക്കം മീൻസ് ആത്മീകമായ വളർച്ചയ്ക്ക് നമുക്ക് തടസ്സമായി നിൽക്കുന്ന പലതിനെയും നമുക്ക് ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് മുഖാന്തരമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മുഖ സൗന്ദര്യത്തിനും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇതാണ് ഈ ഫ്രൂട്ട് കസ്റ്റാർഡ്. ഇത് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടുക. പിന്നെ എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ എനിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോയുമായി കടന്നു വരുന്നവരെ എല്ലാവർക്കും വിടാം. നന്ദി, നമസ്കാരം.